നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികളുള്ള പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഏജ് ഡിഫറൻസ് അധികമില്ലാത്ത 2-3 കുട്ടികളുള്ള അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 1-2 കുട്ടികളുള്ള വീടുകളിലെ മൂത്ത കുട്ടികൾ ഭയങ്കര നോട്ടിയായിട്ടും അഗ്രസീവായിട്ടും ബിഹേവ് ചെയ്യുന്നത് കാണാൻ കഴിയും. അത് നിങ്ങൾ പാരൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണിതെന്ന്? അതിനുള്ള റീസൺ മിക്കപ്പോഴും വരുന്നത് നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധയുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ മൂത്ത കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഇളയ കുട്ടികളിലേക്കായിരിക്കും നമ്മളുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പാമ്പർ ചെയ്യിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ ഇളയ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരെ കൊഞ്ചൽ കേൾക്കാനും അവരുടെ സംസാരം കേൾക്കാനും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്രദ്ധ മുഴുവനും ആ കുട്ടികളിലേക്കായി പോകുകയും മൂത്ത കുട്ടികൾ ഇത് കണ്ട് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന പരാതിയുടെ ഭാഗമായിട്ട് നമ്മളോട് പറയൊന്നുമില്ല, പക്ഷെ അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് അവർ ഈ നോട്ടിനെസ്സും. ആദ്യം വേണ്ടത് ഈ മൂത്ത കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെന്ന തോന്നലാണ് ഇവരിൽ ഉണ്ടാക്കേണ്ടത്. അതായത് എന്നെ അല്ല സ്നേഹിക്കുന്നത്, എൻ്റെ അനിയനെയാണ് അല്ലെങ്കിൽ എൻ്റെ അനിയത്തിനെയാണ് എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ചിന്ത ആ കുട്ടികളിൽ നിന്നും ഒഴിവാക്കിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കുക മൂത്ത കുട്ടികളെ കൂടുതൽ പാമ്പർ ചെയ്യാനും കൂടുതൽ ശ്രദ്ധിക്കാനും അവരെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ള തോന്നൽ വളർത്തിയെടുക്കാനും നമ്മൾ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൂത്ത കുട്ടികൾക്ക് അധിക ശ്രദ്ധ കൊടുത്ത് ഇടയിലിടയിലൊക്കെ ഒന്ന് കൊഞ്ചിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾ എപ്പോഴും നല്ല കുട്ടികളായിട്ട് ഒരു നോട്ടിനെസ്സും ഇല്ലാതെ ഈ ഇളയ കുട്ടികളെ സ്നേഹിച്ച് ആ രീതിയിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ കഴിയും. നമ്മളുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ മിസ്റ്റേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഈ കുട്ടികളെ വെക്കാൻ നമുക്ക് കഴിയും.